അടുത്തത് തിയറം 3 ആണ്. സപ്പോസ് K is a compact subset of Rn and V alpha is an open cover of K. Then there exist functions psi1, psi2, etc. Psi s belongs to C of Rn such that 0 less than or equal to psi I less than or equal to 1 for 1 less than or equal to I less than or equal to S. Each psi I has its support in some V alpha and psi1 of x bar plus psi2 of x bar plus etc. plus psi s of x bar equal to 1 for every x bar belongs to K. അപ്പോൾ ഇത്രയും നമുക്ക് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് K എന്ന് പറയുന്നത് കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് Rn എന്ന് തന്നിട്ടുണ്ട്. Rn നമ്മുടെ യൂക്ലിഡിയൻ സ്പേസ് ആണ്. അപ്പോൾ Rnൻ്റെ ഒരു കോമ്പാക്ട് സബ്സെറ്റ് ആണ് K. അങ്ങനെയാണെങ്കിൽ അതുപോലെ സീക്വൻസ് പി ആൽഫ എന്ന് പറയുന്നത് Kയുടെ ഒരു ഓപ്പൺ കവർ എടുത്തു. അപ്പോൾ Kയുടെ ഒരു ഓപ്പൺ കവർ K കോമ്പാക്റ്റ് ആണ്. Rnൻ്റെ കോമ്പാക്ട് സബ്സെറ്റ് ആണ് K. Kയുടെ ഓപ്പൺ കവർ ആണ് വി ആൽഫ സീക്വൻസ് വി ആൽഫ എന്ന് പറയുന്നത്. കളക്ഷൻ വി ആൽഫ സീക്വൻസ് വി ആൽഫ അല്ല കളക്ഷൻ വി ആൽഫ Kയുടെ ഒരു ഓപ്പൺ കവറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് there exist functions psi1, psi2, etc. psi s that are continuous on Rn such that 0 less than or equal to psi I less than or equal to 1. That means psi യുടെ റേഞ്ച് 0ക്കും 1നും ഉള്ളിലായിരിക്കും for 1 less than or equal to I less than or equal to S. അതുപോലെ each psi I has its support in some V alpha and psi1 of x bar plus psi2 of x bar plus etc. plus psi s of x bar equal to 1 for every x bar belongs to K. Each psi I has its support in some V alpha എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം psi ഐയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ psi I of x bar നോൺ സീറോ വരുന്ന എക്സ് ബാറുകളുടെ കളക്ഷൻ്റെ ക്ലോഷർ സെറ്റ് ഓഫ് ഓൾ എക്സ് ബാർ സെറ്റ് psi I of x bar നോട്ട് ഈക്വൽ ടു 0 ആ സെറ്റിൻ്റെ ക്ലോഷറിനെയാണ് നമ്മൾ സപ്പോർട്ട് ഓഫ് psi I എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോർട്ട് ഓഫ് psi I എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് വി ആൽഫ എന്നതും കൂടെ നമുക്ക് പ്രൂവ് ചെയ്യണം. അതുപോലെ psi1 of x bar plus psi2 of x bar plus etc. plus psi s of x bar equal to 1 for every x bar belongs to K എന്നും കൂടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂഫിലേക്ക് പോകാം. നമ്മൾ ആദ്യം K എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് Rn എടുത്തു ആൻഡ് ലെറ്റ് വി ആൽഫ ബി ആൻ ഓപ്പൺ കവർ ഓഫ് K. ഇപ്പോൾ K എന്ന് പറയുന്നത് Rnൻ്റെ ഒരു കോമ്പാക്ട് സബ്സെറ്റ് ആണ്. കളക്ഷൻ വി ആൽഫ എന്ന് പറയുന്നത് ഓപ്പൺ കവർ ഓഫ് K എടുത്തു. Then for x bar belongs to K there exists an open set V alpha in which there exists an open set in collection V alpha which contains x bar. ഇപ്പോൾ വി ആൽഫ എന്ന് പറയുന്നത് Kയുടെ ഓപ്പൺ കവർ ആണല്ലോ. അതായത് Kയ്ക്കകത്തുള്ള ഏത് എലമെൻ്റ് എടുത്താലും ഏതെങ്കിലും ഒക്കെ ഒരു വി ആൽഫയ്ക്കകത്ത് ഉണ്ടായിരിക്കും. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ എക്സ് ബാർ ബിലോങ്സ് ടു Kയ്ക്കകത്തുള്ള ഏത് എക്സ് ബാർ എടുത്താലും there exists an open set in V alpha which contains x bar. ആ എക്സ് ബാറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉറപ്പായിട്ട് നമ്മുടെ വി ആൽഫയിലുണ്ട്. കാരണം വി ആൽഫ കവർ ആയതുകൊണ്ട് ഓപ്പൺ കവറാണ്. അപ്പോൾ എക്സ് ബാർ Kയ്ക്കകത്ത് ഏത് എക്സ് ബാർ നമ്മൾ ചൂസ് ചെയ്താലും there exists an open set in V alpha which contains x bar. let V alpha ഇനി ആ എക്സ് ബാറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വി ആൽഫയിനെ നമ്മൾ വി സഫിക്സ് ആൽഫ എഫ് എക്സ് ബാർ എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ ഇവിടെ സഫിക്സിലാണ് ആൽഫ എഫ് എക്സ് ബാർ വന്നേക്കുന്നതെന്ന് ഓർത്തോണേ. അപ്പോൾ വിയുടെ സഫിക്സിലാണ് ആൽഫ എഫ് എക്സ് ബാർ എടുത്തേക്കുന്നത്. അപ്പം let V alpha of x bar be the element in V alpha which contains x bar. അപ്പോൾ എക്സ് ബാറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അതായത് Kയ്ക്കകത്തുള്ള ഏത് എക്സ് ബാർ എടുത്താലും ഉറപ്പായിട്ട് നമുക്കൊരു ഓപ്പൺ സെറ്റ് വി ആൽഫയ്ക്കകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. കളക്ഷൻ വി ആൽഫയിൽ കണ്ടുപിടിക്കാൻ പറ്റും വിച്ച് കണ്ടെയ്ൻസ് എക്സ് ബാർ. അങ്ങനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ വി ആൽഫയിനെ നമ്മൾ വി സഫിക്സ് ആൽഫ ഓഫ് എക്സ് ബാർ എന്നങ്ങനെ ഡിനോട്ട് ചെയ്തു. അപ്പം ലെറ്റ് വി ആൽഫ ഓഫ് എക്സ് ബാർ ബി ദ എലമെന്റ് ഇൻ കളക്ഷൻ വി ആൽഫ വിച്ച് കണ്ടെയ്ൻസ് എക്സ് ബാർ. Then there exist open balls B of x bar and W of x bar centered at x bar such that B of x bar closure subset W of x bar subset W of x bar closure subset V alpha of x bar. അപ്പോൾ ഇത് ഉറപ്പായിട്ടും പോസിബിൾ ആണ്. കാരണം വി ആൽഫ എഫ് എക്സ് ബാർ എന്ന് പറയുന്ന ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ റേഡിയസ് വളരെ ചെറുതായിട്ടുള്ള രീതിയിൽ വരുന്ന രീതിയിൽ നമുക്ക് ഉറപ്പായിട്ടും ഓപ്പൺ ബോൾസ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ബി ഓഫ് എക്സ് ബാർ സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ബോൾ ബി ഓഫ് എക്സ് ബാർ, അതിൻ്റെ ക്ലോഷർ സബ്സെറ്റ് വേറൊരു ഓപ്പൺ ബോൾ എക്സ് ബാർ സെൻറ്റേഡ് ആയിട്ട് ഡബ്ല്യു എഫ് എക്സ് ബാർ, സബ്സെറ്റ് അതിൻ്റെ ക്ലോഷർ സബ്സെറ്റ് വി ആൽഫ എഫ് എക്സ് ബാർ. വി ആൽഫ എഫ് എക്സ് ബാർ നോൺ എം ഡി ഓപ്പൺ സബ്സെറ്റ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ബി ഓഫ് എക്സ് ബാറും ഡബ്ല്യു എഫ് എക്സ് ബാറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇത് നമുക്ക് കിട്ടും ഉറപ്പായിട്ടും. കാരണം വി ആൽഫ എഫ് എക്സ് ബാർ നോൺ എം ഡി എക്സ് ബാർ ഉണ്ടല്ലോ ഉറപ്പായിട്ടും. വി ആൽഫ എഫ് എക്സ് ബാറിനകത്ത് ഉറപ്പായിട്ടും ആരുണ്ട് എക്സ് ബാർ ഉണ്ട്. അപ്പോൾ നോൺ എം ഡി സബ്സെറ്റ് ഓപ്പൺ സെറ്റാണ്. നോൺ എം ഡി ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് രണ്ട് ഓപ്പൺ ബോൾസ് ബി ഓഫ് എക്സ് ബാറും ഡബ്ല്യു എഫ് എക്സ് ബാറും സെൻറ്റേഡ് അറ്റ് എക്സ് ബാർ കിട്ടും. സച്ച് ദാറ്റ് ബി ഓഫ് എക്സ് ബാർ ക്ലോഷർ സബ്സെറ്റ് ഡബ്ല്യു എഫ് എക്സ് ബാർ സബ്സെറ്റ് ഡബ്ല്യു എഫ് എക്സ് ബാർ ക്ലോഷർ സബ്സെറ്റ് വി ആൽഫ എഫ് എക്സ് ബാർ. അങ്ങനെയാണെങ്കിൽ ഈ ബി ഓഫ് എക്സ് ബാർ സച്ച് ദാറ്റ് എക്സ് ബാർ ബിലോങ്സ് ടു കെ അതെന്ന് പറയുന്നത് ഓപ്പൺ കവർ ഓഫ് എന്താണ് കെ ആണ്. അവിടെ എക്സ് ബാർ കെയ്ക്കകത്തുള്ള ഓരോ എക്സ് ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി ഓഫ് എക്സ് ബാറുകളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് യൂണിയൻ എന്ന് പറയുന്നത് കെയുടെ ഒരു സൂപ്പർ സെറ്റായിട്ടേ വരത്തുള്ളൂ. അതായത് എക്സ് ബാറിന് കെയ്ക്കകത്തുള്ള ഓരോ എക്സ് ബാറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ ബോൾസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ
കെയുടെ സൂപ്പർ സെറ്റ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ബി ഓഫ് സെറ്റ് ഓഫ് ഓൾ ബി ഓഫ് എക്സ് ബാർ സച്ച് ദാറ്റ് എക്സ് ബാർ ബിലോങ്സ് ടു കെ എന്ന് പറയുന്നത് ഓപ്പൺ കവർ ഓഫ് കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ബി ഓഫ് എക്സ് ബാർ സച്ച് ദാറ്റ് കളക്ഷൻ ബി ഓഫ് എക്സ് ബാർ സച്ച് ദാറ്റ് എക്സ് ബാർ ബിലോങ്സ് ടു കെ ഓപ്പൺ കവർ ഓഫ് കെ ആണ്. നമുക്കറിയാം കെ ഈസ് കോമ്പാക്ട്. അപ്പം കെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഈ ഓപ്പൺ കവറിന് എന്തുണ്ട്? ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ. ഇപ്പോൾ കെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് വി ക്യാൻ ഫൈൻഡ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫൈ ഐ ബിലോങ്സ് ടു. അപ്പോൾ ഇതിന് ഫൈനൈറ്റ് സബ് കവർ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫൈ ഐ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഫൈ ഐ ബിലോങ്സ് ടു സി ഓഫ് ആർ എൻ സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ബാർ. അപ്പം കെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് ബി ഓഫ് എക്സ് ബാറിന് വേണ്ടി ഫൈനൈറ്റ് സബ് കവർ ഉണ്ട്. ആ ഫൈനൈറ്റ് സബ് കവറിന് നമ്മൾ ബി ഓഫ് എക്സ് വൺ ബാർ എക്സ് ടു ബാർ ബി ഓഫ് എക്സ് വൺ ബാർ ബി ഓഫ് എക്സ് ടു ബാർ എക്സെട്ര ബി ഓഫ് എക്സ് എസ് ബാർ എന്നങ്ങ് എടുക്കും. എക്സ് സഫിക്സ് എസ് ഉണ്ട്, അത് നമ്മളിവിടെ എഴുതിയിട്ടില്ല, അത് എഴുതിക്കോണേ. ബി ഓഫ് എക്സ് വൺ ബാർ ബി ഓഫ് എക്സ് ടു ബാർ എക്സെട്ര ബി ഓഫ് എക്സ് എസ് ബാർ ആയിട്ട് നമ്മൾ ആ ഫൈനൈറ്റ് സബ് കവറിനെ എടുക്കുക. ഇനി നമുക്ക് ഒരു കണ്ടിന്യൂസ്, ഇവിടെ ദാറ്റീസ് അല്ല ശരിക്കും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫൈ ഐ എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് ഫംഗ്ഷൻ സി ഓഫ് ആർ എന്നിൽ, അതായത് ആർ എന്നിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫൈ ഐ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു 1 ഓൺ ബി ഓഫ് എക്സ് ഐ ബാർ ആൻഡ് ഫൈ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു 0 ഓൺ ഫോർ ഓൾ എക്സ് ബാർ ഔട്ട് സൈഡ് ഡബ്ല്യു ഓഫ് എക്സ് ഐ ബാർ. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഫൈ ഓഫ് എക്സ് ബാർ 1 ആവുന്നത് ബി ഓഫ് എക്സ് ഐ ബാറില്ല. ബി ഓഫ് എക്സ് ഐ ബാറിൽ ഇത് ക്ലോഷറാണ്, അതിന് മുന്നേ ബി ഓഫ് എക്സ് ഐ ബാറിൽ ഫൈ ഓഫ് എക്സ് ബാർ എന്താണ്? 1 ആണ്. ഡബ്ല്യു ഓഫ് എക്സ് ഐ ബാറിൽ എൻ്റെ ഔട്ട് സൈഡിലാണ്, അതായത് ബി ഓഫ് എക്സ് ഐ ബാറിൻ്റെ പ്രോപ്പർ സൂപ്പർ സെറ്റ് ആണ് ഡബ്ല്യു ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഡബ്ല്യു ഓഫ് എക്സ് ഐ ബാറിൻ്റെ ഔട്ട് സൈഡിലാണ് ആര് ആവുന്നത്? ഫൈ ഓഫ് എക്സ് ബാറിൻ്റെ വാല്യൂ 1 വരുന്നത്. അപ്പോൾ ആ 0യ്ക്കും 1നും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് വി ക്യാൻ ഫൈൻഡ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫൈ ഐ ബിലോങ്സ് ടു സി ഓഫ് ആർ എൻ സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു 1 ഓൺ ബി ഓഫ് എക്സ് ഐ ബാർ ആൻഡ് ഫൈ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബാർ ഔട്ട് സൈഡ് ഡബ്ല്യു ഓഫ് എക്സ് ഐ ബാർ ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ബാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഓൺ ആർ എൻ. ഇനി നമ്മൾ സൈ 1 എന്ന് പറഞ്ഞാൽ, അതായത് ഇത്രയോ ക്ലിയർ ആണ്. കെ കോമ്പാക്റ്റ് ആയതിൻ്റെ ഫൈനൈറ്റ് സബ് കവർ ഉണ്ട്. ആ ഫൈനൈറ്റ് സബ് കവറിനെ നമ്മൾ ബി ഓഫ് എക്സ് വൺ ബാർ ബി ഓഫ് എക്സ് ടു ബാർ എക്സെട്ര ബി ഓഫ് എക്സ് എസ് ബാർ എന്നങ്ങ് എടുത്തു. അപ്പം പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഇവിടെ നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഫൈ ഐ ബിലോങ്സ് ടു സി ഓഫ് ആർ എൻ സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു 1 ഓൺ ബി ഓഫ് എക്സ് ഐ ബാർ ആൻഡ് ഫൈ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബാർ ഔട്ട് സൈഡ് ഡബ്ല്യു ഓഫ് എക്സ് ഐ ബാർ. ഇപ്പോൾ ഇവിടെ ഡബ്ല്യു ഓഫ് എക്സ് ഐ ബാർ എന്നുള്ളത് നോട്ട് ചെയ്തോണം. ബി ഓഫ് എക്സ് ഐ ബാറിൻ്റെ ഒരു പ്രോപ്പർ സൂപ്പർ സെറ്റ് ആണ് ഡബ്ല്യു ഓഫ് എക്സ് ഐ ബാർ, അല്ലെങ്കിൽ ഡബ്ല്യു ഓഫ് എക്സ് ഐ ബാറിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ് ബി ഓഫ് എക്സ് ഐ ബാർ. ഇപ്പോൾ ബി ഓഫ് എക്സ് ഐ ബാറിനും ഡബ്ല്യു ഓഫ് എക്സ് ഐ ബാറിനും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നമ്മുടെ ഫംഗ്ഷൻ 0യിൽ നിന്ന് 1ലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തോളും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഫൈ ഐനെ ഡിഫൈൻ ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ഫൈ ഐകൾ എടുത്തു. അപ്പോൾ നമുക്ക് ഫൈ 1 എന്ന് പറയുന്നത് 0, ഓരോ ഫൈ ഐയും എന്താണ്? 0യ്ക്കും 1നും ഇടയ്ക്കാം. അപ്പോൾ ഫൈ 1 ഫൈ 2 എക്സെട്ര ഫൈ എസ് നമുക്ക് ഫംഗ്ഷൻസ് നമുക്ക് കിട്ടി. അപ്പോൾ ഫൈ 1 ഫൈ 2 എക്സെട്ര ഫൈ എസ് ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടി. ആ എസ് എന്ന് പറയുന്നത്, സ്മോൾ എസ് എന്ന് പറയുന്നത് കെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഫൈനൈറ്റ് സബ് കവർ ഉണ്ടല്ലോ. അപ്പോൾ ആ ഫൈനൈറ്റ് സബ് കവറിനെ നമ്മൾ ബി ഓഫ് എക്സ് വൺ ബി ഓഫ് എക്സ് വൺ ബാർ ബി ഓഫ് എക്സ് വൺ ബാർ ബി ഓഫ് എക്സ് ടു ബാർ എക്സെട്ര ബി ഓഫ് എക്സ് എസ് ബാർ എന്നെടുത്തു. ആ എസ് അവിടെ വരുന്ന എസ് ആണ് സ്മോൾ എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഫൈ 1 ഫൈ 2 എക്സെട്ര ഫൈ എസ് എന്ന് പറഞ്ഞ് എസ് ഫംഗ്ഷൻസ് നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ സൈ 1നെ ഫൈ 1 ആയിട്ട് അങ്ങ് എടുത്തു. ഡിഫൈൻ സൈ 1 ഈക്വൽ ടു ഫൈ 1. ഇനി നമ്മൾ സൈ 1 സൈ 2 എക്സെട്ര കുറച്ച് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ സൈ 1നെ നമ്മൾ ഫൈ 1 ആയിട്ട് എടുത്തു. അതുപോലെ സൈ ഐ പ്ലസ് 1 ആയിട്ട് 1 മൈനസ് ഫൈ 1 ഇൻറ്റു 1 മൈനസ് ഫൈ 2 ഇൻറ്റു എക്സെട്ര 1 മൈനസ് ഫൈ ഐ ഇൻറ്റു ഫൈ ഐ പ്ലസ് 1 എന്നെടുത്തു. ഫോർ ഓൾ ഐ ഈസ് ഈക്വൽ ടു 1 ടു എക്സെട്ര അപ് ടു എസ് മൈനസ് 1. അപ്പോൾ സൈ ഐ പ്ലസ് 1 ആയിട്ട് 1 മൈനസ് ഫൈ 1 ഇൻറ്റു 1 മൈനസ് ഫൈ 2 ഇൻറ്റു എക്സെട്ര 1 മൈനസ് ഫൈ ഐ ഇൻറ്റു ഫൈ ഐ പ്ലസ് 1 എന്നെടുത്തു. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം സൈ 1 ഫൈ 1 ആണ്. സൈ ഐ പ്ലസ് 1 ആയിട്ട് 1 മൈനസ് ഫൈ 1 ഇൻറ്റു 1 മൈനസ് ഫൈ 2 ഇൻറ്റു എക്സെട്ര 1 മൈനസ് ഫൈ ഐ ഇൻറ്റു ഫൈ ഐ പ്ലസ് 1 ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ആൻഡ് ഈച്ച് സൈ ഐ ഹാസ് ഇറ്റ് സപ്പോർട്ട് ഇൻ സം. അതെന്തുകൊണ്ടാണ് 0 ലെസ് ദാൻ ഈക്വൽ സൈ ഐ ലെസ് ദാൻ ഈക്വൽ ടു 1? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഐ ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതെല്ലാം 0യ്ക്കും 1നും ഇടയ്ക്കുള്ള എലമെൻസിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള 0 ലെസ് ദാൻ ഈക്വൽ ഫൈ ഐ ലെസ് ദാൻ ഈക്വൽ 1 ആണ്. അപ്പോൾ 1 മൈനസ് അത് ചെയ്താൽ അഗെയിൻ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള എലമെൻറ്റേ കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം 0യ്ക്കും 1നും ഇടയ്ക്കുള്ള എലമെൻസിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് എടുത്താലും 0യ്ക്കും 1നും ഇടയ്ക്ക് ആയിരിക്കും. അതായത് ഓരോ സൈ ഐയും എന്താണ്? 0യ്ക്കും 1നും ഇടയ്ക്കാണ്. ഫോർ ഓൾ psi i belongs to for 0 less than or equal to psi i less than or equal to 1 and each psi i has its support in some v alpha. അതെന്തുകൊണ്ടാണ്? psi i എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? psi i of x bar എന്ന് പറയുന്നത് each psi i of 0 less than or equal to psi i less than or equal to 1 and
ഈച്ച് psi i has its support in some v alpha. അതിൻ്റെ കാരണം psi i of x bar നോട്ട് ഈക്വൽ ടു 0 വരുന്ന ഇത് എന്ന് പറയുന്നത് വി ആൽഫയുടെ സബ്സെറ്റ് ആയിട്ടേ വരത്തുള്ളൂ. phi i of x bar എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 വരുന്ന എല്ലാ കേസിലും, അതായത് phi i of x ബാറിൻ്റെ വാല്യൂ 1 വരുന്ന എവിടെയാണ്? ശരിക്കും phi iയുടെ വാല്യൂ 1 വരുന്ന കേസിലാണ് psi iയുടെ വാല്യൂ 0 വരുന്നത്. അപ്പോൾ phi i 1 വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് w of x i ബാറിൻ്റെ ഔട്ട് സൈഡാണ്. അപ്പോൾ ശരിക്കും വി ആൽഫ ഓഫ് എക്സ് ബാറിലൊക്കെ വി ആൽഫയിലൊക്കെ എന്താണ്? വി ആൽഫ ഓഫ് എക്സ് ഐ ബാറിലെല്ലാം സൈയുടെ വാല്യൂ ഒരിക്കലും 0 വരത്തില്ല. അപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? വി ആൽഫയുടെ സബ്സെറ്റ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പം എയും ബിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം 0 ലെസ്താൻ സൈ ലെസ് താൻ 1 ആണ്. അതുപോലെ ഈച്ച് സൈ ഹാസ് ഇറ്റ് സപ്പോർട്ട് ഇൻ സം വി ആൽഫ എന്ന് നമുക്ക് പറയാൻ പറ്റും. വി ആൽഫ എന്ന് പറയാൻ കാരണം സൈ 0 ആകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈ 0 ആകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ഫൈ ഏതെങ്കിലും ഒരെണ്ണം 1 ആവുക എന്നുള്ളതാണ്. അപ്പോൾ phi i 1 ആവുന്നത് വി ആൽഫ ഓഫ് എക്സ് ഡബ്ല്യു ഓഫ് എക്സ് ഐ ബാറിൻ്റെയും പുറത്താണ് psi i 1 ആവുന്നത്. അതുപോലെ വി ആൽഫ ഓഫ് എക്സ് ബാറിലെല്ലാം phi iയുടെ വാല്യൂ നോൺ 0 ആണ്. അപ്പോൾ അതിൻ്റെ ക്ലോഷർ എടുത്താലും നോൺ 0യുടെ വരുന്നതിൻ്റെ ക്ലോഷർ എടുത്താലും എവിടെയേ കിടക്കുള്ളൂ? വി ആൽഫ ഓഫ് എക്സ് ബാറിലേ കിടക്കുള്ളൂ. അപ്പോൾ വി ആൽഫയിലാണ് സപ്പോർട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ 0 ലെസ് താൻ ഓർ ഈക്വൽ ടു psi i ലെസ് താൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ എയും ബിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിയറത്തിൻ്റെ എയിലും ബിയിലും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? psi 1 psi 2 എക്സെട്ര psi s എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് വേണമായിരുന്നു. സച്ച് ആറ്റ് 0 ലെസ് താൻ ഓർ ഈക്വൽ ടു psi ലെസ് താൻ ഈക്വൽ ടു 1 ആൻഡ് ഈച്ച് psi i ഹാസ് ഇറ്റ് സപ്പോർട്ട് ഇൻ സം വി ആൽഫ. ഇത് കണ്ടിന്യൂസ് ആണ്, കാരണം phi iകളെല്ലാം കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈ psi iകളെല്ലാം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് 0 ലെസ് താൻ ഈക്വൽ ടു psi ലെസ് താൻ ഈക്വൽ ടു 1 കിട്ടി. അതുപോലെ ഈച്ച് psi i ഹാസ് ഇറ്റ് സപ്പോർട്ട് ഇൻ സം വി ആൽഫയും കിട്ടി. എയും ബിയും ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് now we are going to prove the following relation for 1 less than or equal to I less than or equal to s by induction. ഇൻഡക്ഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു റിലേഷൻ പ്രൂവ് ചെയ്യാൻ പോവാം. psi 1 plus psi 2 plus etc psi i is equal to 1 minus of 1 minus phi 1 into 1 minus phi 2 into etc 1 minus phi i. ഈ ഒരു റിലേഷൻ നമ്മൾ പ്രൂവ് ചെയ്തിട്ടാണ് നമ്മുടെ സി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സിക്കകത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? psi 1 of x bar plus psi 2 of x bar plus etc plus psi s of x bar equal to 1 for every x bar belongs to k എന്നുള്ള പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇൻഡക്ഷൻ വെച്ചിട്ട് psi 1 plus psi 2 plus etc plus psi i is equal to 1 minus of 1 minus phi 1 into 1 minus phi 2 into etc 1 minus phi i എന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. ഇറ്റ് ഈസ് ട്രൂ ഫോർ i is equal to 1. ഫോർ i is equal to 1 നമുക്ക് എന്താ വരിക? ഇവിടെ ഐക്ക് 1 കൊടുക്കുമ്പോൾ psi 1 ഈക്വൽ ടു ഇവിടെ ഐക്ക് 1 കൊടുക്കുമ്പോൾ 1 minus phi 1 വരും. 1 minus of 1 minus phi 1 ആണ്, അത് ഈക്വൽ ടു phi 1. അപ്പോൾ psi 1 ഈക്വൽ ടു phi 1 നമ്മുടെ ഡെഫിനിഷനകത്ത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ട്രൂ ഫോർ i is equal to 1 എന്ന് നമുക്ക് പറയാം. കാരണം psi 1 ഈക്വൽ ടു phi 1 എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. psi 1 നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഈക്വൽ ടു phi 1 എന്നാണ്. അപ്പോൾ അത് ട്രൂ ആണ്. i ഈക്വൽ ടു 1 കേസിൽ ട്രൂ ആണ്. ഇനി നമ്മൾ ith കേസിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ith കേസിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. അതായത് എന്താണ്? psi 1 plus psi 2 plus etc plus psi i is equal to 1 minus of 1 minus phi 1 plus 1 minus phi 1 into 1 minus phi 2 into etc into 1 minus phi i ആണ്. നമ്മളിനി ഇതിനെ 1 ആയിട്ടും ഇതിനെ 2 ആയിട്ടും എടുത്തിട്ട് ആഡിങ് 1 and 2 ആഡിങ് 1 and 2 1 ആയിട്ട് എടുത്തേക്കുന്നത് വൺ എന്ന് പറയുന്നത് നമുക്കുള്ളത് ഇതുണ്ടല്ലോ, psi i plus 1 ഈക്വൽ ടു 1 minus phi 1 into etc 1 minus phi i into phi i plus 1 എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഇതും ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ അസംഷനിൽ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത് ith കേസിൽ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതായത് psi 1 plus psi 2 plus etc psi i is equal to 1 minus phi 1 into 1 minus phi 2 into etc 1 minus phi 1 നമ്മൾ അസ്യൂം ചെയ്തു. phi 1 അല്ല phi എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ആ ഇക്വേഷൻ 1 കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകണത് എന്താ? ഇക്വേഷൻ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ psi 1 plus psi 2 plus etc plus psi i plus 1 ആകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഇവിടെ i plus 1 കൂടെ വരും. psi i plus 1 ഈക്വൽ ടു 1 minus phi 1 into 1 minus phi 2 into etc 1 minus phi i, പിന്നെ ബാക്കി മറ്റേൻ്റെ റൈറ്റ് സൈഡ് വരും. ദാറ്റ് ഈസ് 1 minus phi 1 into 1 minus phi 2 into etc 1 minus phi i into ഒരു phi i plus 1 കൂടെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 minus phi 1 into 1 minus phi 2 into etc into 1 minus phi i plus 1. അതായത് phi i plus 1 ഇവിടെ നിന്ന് നമുക്ക് 1 minus phi 1 into 1 minus phi 2 into etc 1 minus phi i നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 minus phi 1 into ഇവിടെ ഒരു 1 വരും. 1 minus phi 1 into 1 minus phi 2 into etc 1 minus phi i കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ ഒരു 1 വരും, ഇവിടെ ഒരു phi കോമൺ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 1 minus phi 1 ഇവിടെ ഉണ്ട്, 1 minus phi 1 into 1 minus phi 2 into etc 1 minus phi i ഉണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട് സൈഡ് -1 ഉണ്ട്.
ഇവിടെയുണ്ട് 1 - 5 × 1 - 5 × എക്സെട്ര 1 - 5a എന്ന് പറയുന്ന ടേം ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ രണ്ടിടത്തുനിന്ന് നമ്മൾ 1 - 5 × 1 - 5 × എക്സെട്ര 1 - 5a അങ്ങ് ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതായിരിക്കും കിട്ടാൻ പോകുന്നത്. അതെടുത്ത് നോക്കിയാൽ മതി, നമുക്ക് ഇതായിരിക്കും കിട്ടാൻ പോകുന്നത്. 1 - 1 - 5 × 1 - 5 × എക്സെട്ര 1 - 5a ഇൻറ്റു പിന്നെ എന്തോടെ വരും, 1 - ഇവിടെ ഒരു -1 വരും, ഇവിടെ പ്ലസ് 5a + 1 വരും. അപ്പോൾ അതിന് നമുക്ക് 1 - 5a + 1 ഇവിടെ നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് 1 - 5a + 1 എന്നുള്ളത് രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ 1 - 1 - 5 × 1 - 5 × എക്സെട്ര 1 - 5 + 5i + 1 എന്ന് കിട്ടി. Hence the induction hypothesis holds for i + 1. അപ്പോൾ ith കേസിൽ അസ്യൂം ചെയ്തിട്ട് i + 1ൽ ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് ഹോൾഡ്സ് ഫോർ ഓൾ ഐ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് i1 + i2 + എക്സെട്ര + is is equal to 1 - product over i is equal to 1 to s 1 - 5a എന്ന് നമുക്ക് പറയാൻ പറ്റും. 1 - 5 × 1 - 5 × നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ എഴുതാമല്ലോ. പ്രൊഡക്റ്റ് നൊട്ടേഷൻ വെച്ച് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ i1 + i2 + എക്സെട്ര + i is equal to 1 - product over i is equal to 1 to s 1 - 5a എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ കെയിൽ ഒരു എക്സ് ബാർ എടുക്കുകയാണ്. എക്സ് ബാർ ബിലോങ്സ് ടു കെ എടുത്തു. ദെൻ എക്സ് ബാർ ബിലോങ്സ് ടു വി ഓഫ് എക്സ് ഐ ബാർ ഫോർ സം ഐ is equal to 1 to എക്സെട്ര എസ് എന്ന് പറയാം. അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞൊരു എലിമെൻറ്റ് നമ്മൾ എടുത്തേക്കുന്നത് എവിടെയാണ്, കെയ്ക്കകത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ എക്സ് ബാർ കെയ്ക്കകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ബി ഓഫ് എക്സ് ഐ ബാറിൽ ഉറപ്പായിട്ടും വരും. കാരണം ബി ഓഫ് എക്സ് ഐ ബാർ എന്ന് പറയുന്നത് കെയുടെ ഒരു ഓപ്പൺ കവറാണ്. അപ്പം എക്സ് ബാർ ബിലോങ്സ് ടു ബി ഓഫ് എക്സ് ഐ ബാർ ഫോർ സം ഐ is equal to 1 to എക്സെട്ര എസ് എന്ന് പറയാൻ പറ്റും. ഇനി ഫൈ ഓഫ് എക്സ് ബാർ equal to 1 ഫോർ സം ഐ is equal to 1 to എക്സെട്ര എസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ഓവർ ഐ is equal to 1 to s 1 - 5 ഓഫ് എക്സ് ബാർ എന്ത് വരും, 0 വരും. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയത് i1 + i2 + എക്സെട്ര is equal to 1 - പ്രൊഡക്റ്റ് ഓവർ ഐ is equal to 1 to s 1 - 5a എന്ന്. അപ്പം എക്സ് ബാർ ബിലോങ്സ് ടു കെ എടുത്തു. ദെൻ എക്സ് ബാർ ബിലോങ്സ് ടു ബി ഓഫ് എക്സ് ഐ ബാർ ഫോർ സം ഐ is equal to 1 to എക്സെട്ര എസ് ആണ്. ഇനി ഫൈ ഓഫ് എക്സ് ബാർ equal to 1 ഫോർ സം ഐ is equal to 1 to എക്സെട്ര എസ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഓവർ ഐ is equal to 1 to s 1 - 5 ഓഫ് എക്സ് ബാർ equal to 0 വരും. Therefore i1 + i2 + എക്സെട്ര + i is equal to 1 on k എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇത് ഉറപ്പായിട്ടും ഹോൾഡ് ചെയ്യും. കാരണം ഫൈ ഓഫ് എക്സ് ബാർ 1 ആയിട്ടുള്ള ഒരു എക്സ് ബാർ ഉറപ്പായിട്ടും ഇവിടെ ബി ഓഫ് എക്സ് ഐ ബാറിൽ ഉറപ്പായിട്ടും ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഫൈ ഐ ഡിഫൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു എക്സ് ബാറിന് ഫൈ ഓഫ് എക്സ് ബാർ 1 ആയിട്ട് വരുന്നുണ്ട്. ഉറപ്പായിട്ടും പ്രൊഡക്റ്റ് ഓവർ ഐ is equal to 1 to s 1 - ഏതെങ്കിലും എക്സ് ബാറിനല്ല, നമ്മൾ ഈ എടുത്തേക്കുന്ന എക്സ് ബാറിന് തന്നെ. അപ്പോൾ എക്സ് ബാർ ബിലോങ്സ് ടു കെ എടുത്തു കഴിഞ്ഞാൽ എക്സ് ബാർ ബിലോങ്സ് ടു ഏതെങ്കിലും ഒരു ബി ഓഫ് എക്സ് ഐ ബാർ ആണ് ഫോർ സം ഐ is equal to 1 to എക്സെട്ര എസ്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഫൈ ഓഫ് എക്സ് ബാർ 1 ആയിരിക്കും ഫോർ സം ഐ is equal to 1 to എക്സെട്ര എസ്. അപ്പോൾ ഏത് എക്സ് ബാർ എടുത്താലും നമുക്ക് ഫൈ ഓഫ് എക്സ് ബാർ 1 വരുന്ന ഒരു ബി ഓഫ് എക്സ് ഐ ബാർ ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രൊഡക്റ്റ് ഓവർ ഐ is equal to 1 to s 1 - 5 ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് എന്ത് വരും, 0 വരും. അതിന് 0 വരാൻ കാരണം പ്രൊഡക്റ്റ് ഓവർ ഐ is equal to 1 to s 1 - 5 ഓഫ് എക്സ് ബാറിൻ്റെ വാല്യൂ 0 വരാൻ കാരണം എന്താ, അതിൻ്റെ റൈറ്റ് സൈഡ് നോക്കി 1 - 5 ഓഫ് എക്സ് ബാറാണ്. 1 - 1 - 5 1 - 5 2 എക്സെട്ര 1 - 5a + 1 അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഈ പ്രൊഡക്റ്റ് ഓവർ ഐ is equal to 1 to s 1 - 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ 1 - 5 ഓഫ് എക്സ് ഐ ബാറാണ്. 5 ഓഫ് എക്സ് ബാർ 1 ആണെങ്കിൽ 1 - 1 വരും ആ പ്രൊഡക്റ്റിനകത്ത്. 1 - 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. പ്രൊഡക്റ്റിനകത്ത് ഏതെങ്കിലും ഒരു ടൈം 0 ആയിപ്പോവും. അപ്പോൾ മൊത്തം എന്തായിപ്പോയി, 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഓവർ ഐ is equal to 1 to s 1 - 5 ഓഫ് എക്സ് ബാർ 0 എന്ന് വരും. ദാറ്റ് മീൻസ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് is equal to 1 എന്ന് നമുക്ക് കിട്ടും. അതായത് i1 + i2 + എക്സെട്ര + i is equal to 1 on k എന്ന് നമുക്ക് കിട്ടും. ഫോർ ഓൾ എക്സ് ബാർ ബിലോങ്സ് ടു കെ എന്നും കിട്ടും. അതാണ് നമ്മുടെ തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ തിയറം 3യുടെ പ്രൂഫായി. ബിക്കോസ് ഓഫ് സി ഇൻ തിയറം 3 കളക്ഷൻ i is called എ പാർട്ടീഷൻ ഓഫ് യൂണിറ്റി. ഇവിടെ നമ്മൾ 1നെ എന്തായിട്ട് എഴുതിയേക്കുന്നത് i1 i2 എക്സെട്ര is ഫൈനൈറ്റ് നമ്പർ ഓഫ് 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫംഗ്ഷൻസിൻ്റെ ഒരു സമ്മായിട്ട് 1നെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സീനെ പാർട്ടീഷൻ ഓഫ് യൂണിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. ആൻഡ് ബി സംടൈംസ് എക്സ്പ്രസ്ഡ് ബൈ സെയിങ് ദാറ്റ് സൈ is subordinate to the കവർ വി ആൽഫ. അപ്പോൾ വി ആൽഫയുടെ സബ്ബായിട്ടാണ് സൈ ഐ വരുന്നത്. വി ആൽഫയ്ക്കുള്ളിലാണ് സൈ ഐ വരുന്നത്. അതുകൊണ്ടാണ് സബോർഡിനേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഇനി ഒരു കാര്യം ഇത് നോട്ട് ചെയ്തോണം, തിയറം 3 സിക്കകത്ത് ഈ ഒരു i1 + i2 + എക്സെട്ര is equal to 1 എന്ന് പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമ്മൾ കളക്ഷൻ സി ഐനെ പാർട്ടീഷൻ ഓഫ് യൂണിറ്റി എന്ന് പറയാറുണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഒരു കൊറോളറിയാണ്. കൊറോളറിയുടെ പ്രൂഫ് ഒന്നും പറയുന്നില്ല. ഇഫ് എഫ് ബാർ ബിലോങ്സ് ടു സി ഓഫ് ആർ ആൻഡ് ദ സപ്പോർട്ട് ഓഫ് എഫ് ലൈസ് ഇൻ കെ ദെൻ എഫ് is equal to സിഗ്മ ഐ is equal to 1 to s സൈ എഫ്. അതായത് ഇവിടെ എസ് 1ന് പകരം എഫ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും പ്രൊഡക്റ്റ് എഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ വരും.
എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ആർ എൻ ആണ്. സപ്പോർട്ട് ഓഫ് എഫ് ലൈസ് ഇൻ കെ യു ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to s psi ഐ എഫ് എന്ന് നമുക്ക് കിട്ടും. അതാണ് കൊറോളറി. അടുത്ത ചേഞ്ച് ഓഫ് വേരിയബിൾ ആണ്. ചേഞ്ച് ഓഫ് വേരിയബിൾസിൻ്റെ ഒരു തിയറമാണ്. ആ തിയറം കൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവാം. ആ തിയറത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, പ്രൂഫ് പറയുന്നില്ല. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. സപ്പോസ് ടി ഈസ് എ 1 സി ഡാഷ് മാപ്പിംഗ് ഓഫ് എൻ ഓപ്പൺ സെറ്റ് ടി സബ്സെറ്റ് ആർ കെ ഇൻറ്റു ആർ കെ. അപ്പോൾ ഈ ടി എന്ന് പറയുന്നൊരു 1 ആണ്, 1 മാപ്പിംഗ് ആണ്, സി ഡാഷ് മാപ്പിംഗ് ആണ്. സി ഡാഷ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള മാപ്പിംഗ്. എൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ടി എന്ന് പറയുന്ന ഒരു 1 മാപ്പിംഗ് ആണ്, അതൊരു സി ഡാഷ് മാപ്പിംഗ് ആണ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് ടി സബ്സെറ്റ് ഓഫ് ആർ കെ ഇൻറ്റു ആർ കെ. ആർ കെയുടെ ഒരു ഓപ്പൺ സെറ്റ് ഇയിൽ നിന്ന് ആർ കെയിലേക്കുള്ള ഇവിടെ സി ഡാഷ് മാപ്പിംഗ് ആണ്. ടി എന്ന് പറയുന്നത് സി 1 മാപ്പിംഗ് ആണ്, സി ഡാഷ് മാപ്പിംഗ് ആണ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് ഈ സബ്സെറ്റ് ആർ കെ ഇൻറ്റു ആർ കെ സച്ച് ദാറ്റ് ജക്കോബിയൻ ഡിറ്റർമിനൻ്റ് അറ്റ് എക്സ് ബാർ ഓഫ് ടി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബാർ ഇനി. അപ്പം ഇവിടെ നമ്മൾ ടി എന്ന് പറയുന്നൊരു 1 മാപ്പിംഗ് ആണ്, സി ഡാഷ് മാപ്പിംഗ് ആണ് ഓഫ് ആൻ ഓപ്പൺ സബ്സെറ്റ് ഈ സബ്സെറ്റ് ആർ കെ ഇൻറ്റു ആർ കെ സെറ്റ് ദാറ്റ് അതിന് ജക്കോബിയൻ ഡിറ്റർമിനൻ്റ് അറ്റ് എക്സ് ബാർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ എക്സ് ബാർ ബിലോങ്സ് ടി. അപ്പോൾ ഈ അകത്തുള്ള എല്ലാ എക്സ് ബാറിനും ജക്കോബിയൻ ഡിറ്റർമിനൻ്റ് നോട്ട് 0 ആണ്. If f is continuous function on Rk, if f is a continuous function on Rk whose support is compact and lies in T of e, then integral over Rk f of y bar dy bar is equal to integral over Rk f of t of x bar into determinant of jt of x bar dx bar എന്നുള്ളതാണ് തിയറം 4. അപ്പോൾ ഇവിടെ പറയുന്നത് ടി ഒരു 1 സി ഡാഷ് മാപ്പിംഗ് ആണ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് ഈ സബ്സെറ്റ് ആർ കെ ഇൻറ്റു ആർ കെ. ആർ കെയുടെ ഒരു ഓപ്പൺ സബ്സെറ്റ് ഇയിൽ നിന്ന് ആർ കെയിലേക്കുള്ള ഒരു 1 സി ഡാഷ് മാപ്പിംഗ് ആണ് ടി എന്ന് പറയുന്നത് സച്ച് ദാറ്റ് ജക്കോബിയൻ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബാർ ബിലോങ്സ് ടി. ഇനി ഈ എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ആർ കെ. ഇപ്പോൾ എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ആർ കെയിലെങ്കിൽ ഹു സപ്പോർട്ട് ഈസ് കോമ്പാക്ട് ആൻഡ് ലൈസ് ഇൻ ടി ഓഫ് ഇ. ഇപ്പോൾ സപ്പോർട്ട് കോമ്പാക്റ്റ് ആയിരിക്കണം, ടി ഓഫ് ഇയിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ ആർ കെ എഫ് ഓഫ് വൈ ബാർ ഡി വൈ ബാർ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ആർ കെ എഫ് ഓഫ് ടി ഓഫ് എക്സ് ബാർ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ജെ ടി ഓഫ് എക്സ് ബാർ ഇൻറ്റു ഡി എക്സ് ബാർ എന്നുള്ളതാണ് തിയറം. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി, പ്രൂഫ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത് ഈ തിയറത്തിന് ചേഞ്ച് ഓഫ് വേരിയബിൾസ് എന്നുള്ള ആ രീതിയിൽ പറയാറുണ്ട്. അത് കാരണം ഇവിടെ എക്സ് ബാർ എന്നുള്ളത് നമ്മൾ വൈ ബാർ വെച്ച് റീപ്ലേസ് ചെയ്തു. എഫ് ഓഫ് ടി ഓഫ് എക്സ് ബാർ ഇവിടുത്തെ വൈ ബാറിന് ടി ഓഫ് എക്സ് ബാർ എന്ന് കൊടുത്തു എന്നുള്ള ആ ഒരു ഡിഫറൻസാണ്. അപ്പോൾ വൈ ബാർ എന്ന് പറയുന്ന വേരിയബിൾ മാറ്റി ടി ഓഫ് എക്സ് ബാർ എന്ന് പറയുന്ന വേരിയബിൾ ഇൻ്റഗ്രേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് ജെ ടി ഓഫ് എക്സ് ബാറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ചേഞ്ച് ഓഫ് വേരിയബിൾ എന്നുള്ള രീതിയിൽ വന്നേക്കുന്നത്. വൈ ബാറിനെ ടി ഓഫ് എക്സ് ബാർ എന്നുള്ള ടേംസിൽ കൊണ്ടുവരിക, വേരിയബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഇൻ്റഗ്രേഷൻ്റെ. അപ്പോൾ ഇതാണ് തിയറം 4.